എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബബിത മോള് ബാലേന്ദ്രനെ കാണാനായിട്ട് കയറി. ബാലേന്ദ്രൻ്റെ കിടപ്പും ആ അവസ്ഥയൊക്കെ കാണുന്നെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നുണ്ട് മോൾക്ക്. ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. അച്ഛൻ എന്നാ അച്ഛാ പറ്റിയത്, അച്ഛൻ എവിടെ പോയതായിരുന്നു 2 ദിവസം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ, മോളെന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറയുവാണ്. അന്നേരം ഇങ്ങനെ കയ്യെ പിടിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മോള് വിഷമിക്കേണ്ട, അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ ഇവിടുന്ന് കയറി പോരും, ഇതൊന്നും കാര്യമാക്കണ്ട, നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക. അന്നേരം അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായിട്ടോ എന്ന് പറയുമ്പോൾ ആ കാര്യമൊക്കെ മിണ്ടാതിരിക്കുക, ഇതിനു മുമ്പുള്ള ഭൂതവും പിശാചിനെയും ഒക്കെ ഞാനങ്ങ് മറക്കാൻ ശ്രമിക്കുവാണ് എന്ന് പറയുക കേട്ടോ. എന്നിട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛനെ ഇങ്ങോട്ട് എത്തിച്ചത് അലീന ചേച്ചി അല്ലേ എന്ന് ചോദിക്കുമ്പം അങ്ങനൊരു കാര്യവും നടന്നു, അതും ഒരു തെറ്റായിപ്പോയി എന്നിങ്ങനെ പറയുക ബാലേന്ദ്രൻ. അന്നേരം അതിന് കൂടെ കൃഷ്ണമോള് പിന്നെയും പറയും, അമ്മയ്ക്ക് ഭയങ്കര സങ്കടം, അച്ഛനെ അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അങ്ങ് ദേഷ്യം വന്ന് ചാടി എഴുന്നേക്കുവാണ്. അവൾക്ക് അത്രയ്ക്ക് സങ്കടമായി പോയെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണാൻ പറ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കാണാം എന്ന് പറഞ്ഞാൽ അമ്മയത്ത് ഒട്ടിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചുപറിച്ച് കളയുവാണ്. ECG വേരിയേഷനൊക്കെ അറിയാൻ വേണ്ടി കുത്തി വെച്ചേക്കുന്നതാണല്ലോ, അതെല്ലാം വലിച്ചുപറിച്ച് കളയുന്നു. അധികം അവിടുത്തെ നേഴ്സ് വന്നിട്ട്, അയ്യോ സാർ അങ്ങനെ ചെയ്യല്ലേ, ശാന്തനായി കിടക്ക് എന്ന് പറഞ്ഞ് കൃഷ്ണമോളും നേഴ്സോട് സമാധാനിപ്പിച്ച് അവിടെ കിടത്തുവാണ്. അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് അതെല്ലാം പിന്നെ എടുത്ത് കുത്തി എല്ലാം സെറ്റാക്കി വയ്ക്കുന്നു നേഴ്സ്. എന്നിട്ട് പെട്ടെന്ന് ടെൻഷൻ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ഗുളിക കൊടുക്കും. അത് കൃഷ്ണമോള് തന്നെ, അച്ഛാ ഇനി ഒന്നും ചിന്തിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് തന്നെ ആ ഗുളിക കൊടുക്കും. എന്നിട്ട് ഞാൻ വെറുതെ പറഞ്ഞത്, അച്ഛൻ അമ്മയെ കാണണ്ട, അച്ഛൻ സമാധാനമായിട്ട് കിടക്കുക എന്ന് പറഞ്ഞ് ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് കയ്യെ പിടിച്ച് സങ്കടപ്പെട്ട് ബാലേന്ദ്രനെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട് കൃഷ്ണമോള്. ബാലേന്ദ്രനും ആകെ പെട്ടെന്ന് ദേഷ്യം വന്നതിൻ്റെ ആയിരിക്കും, ഒരു ക്ഷീണം വന്നിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കുക. പിന്നീട് ഗംഗാധരനെ മാലതിയാണ് കാണിക്കുന്നത്. രണ്ടുപേരൂടെ കടപ്പാട്ടൂരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാലതിയെ കാർ ഓടിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഉറക്കം വരുന്ന പോലെയൊക്കെ ഒരു വായിക്കോട്ടൊക്കെ വരുന്നേക്കും ക്ഷീണമായോ എന്ന് ചോദിക്കും. അന്നേരം അത്യാവശ്യം ക്ഷീണമായി എന്ന് പറയും. വണ്ടി ഒതുക്കി നിർത്തിയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്ന് മുഖമൊക്കെ കഴുകുവാണ്. അന്നേരം ഗംഗാധരനോട് മാലതി പറയുന്നുണ്ട്, നമുക്ക് ഡ്രൈവറിനെ കൊണ്ടുവരായിരുന്നു, ഇത്രയും ദൂരം തന്നെ വണ്ടി ഓടിച്ചിട്ട് മടുത്തു പോവുക എന്ന് പറയുമ്പം അത് സാരമില്ല, ഇനി അങ്ങോട്ട് ഞാൻ ഓടിച്ചോളാം, ഡ്രൈവറിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടും, പിന്നെ എത്ര ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും എന്ന് നമുക്കറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം നമ്മൾ എങ്ങോട്ടാണ് ആദ്യം പോകുന്നത് എന്ന് മാലതി ചോദിക്കും. ഹോസ്പിറ്റലിലേക്കാണോ എന്ന് ചോദിക്കുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ്റെ മൂഡ് എങ്ങനെയാണ് എന്ന് നമുക്കറിയത്തില്ലല്ലോ, അയാൾ അവിടെ വെച്ച് നമ്മൾ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നാണക്കേടാകും, അതുകൊണ്ട് നമുക്ക് കടപ്പാട്ടൂരിലേക്ക് ആദ്യം പോകാം, അത് കഴിഞ്ഞ് സ്ഥിതിഗതികളൊക്കെ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നിങ്ങനെ പറയുവാണ്. അന്നേരം മാലതി പറയുന്നുണ്ട്, ആദ്യമേ വൈജയന്തിയെ ഒന്ന് ബോധവൽക്കരിക്കണം, അവളുടെ എടുത്തുചാട്ടവും ദേഷ്യവും ഒക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, അവളെ ഒന്ന് മെരുക്കിയെടുക്കേണ്ട അത്യാവശ്യമാണ്, അല്ലാതെ അവൾ ഇനി ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് ദേഷ്യവും തുള്ളലും ഒക്കെ ആയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അയാൾ അത് അംഗീകരിച്ചു കൊടുക്കുകയില്ല, അതുകൊണ്ട് അതൊന്നും ശരിയാക്കി എടുക്കണം എന്ന് രണ്ടുപേരോട് തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് അവർ നേരെ കടപ്പാട്ടൂരിലേക്ക് പോരുക. ഈ സമയം വീട്ടിൽ നമ്മുടെ ബബിത മോള് കാമുകനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനോട് പറയുന്നുണ്ട്, ഞാൻ വീട്ടിലുണ്ട്, നീ ഇങ്ങോട്ട് പോരെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റുവാണ്. ചേട്ടൻ്റെ അതേ സ്വഭാവമാണ് അനിയത്തിക്ക്. അന്നേരം ഈ ഫോൺ വിളിക്കുന്നതൊക്കെ അലീന കാണുന്നുണ്ട്. ഇവള് കോളേജിൽ പോയി എന്ന് ഓർത്തിരിക്കുമായിരുന്നു അലീന അവിടെ വന്നിട്ട് ചോദിക്കും, ഇതെന്താ ബബിത ഇന്ന് കോളേജിൽ പോയില്ലേ എന്ന് ചോദിക്കുമ്പം ഇന്ന് പോയില്ല എന്ന് പറയും. അന്നേരം അതെന്താ പോകാത്ത, ഒരു ദിവസം ക്ലാസ് മിസ്സാകില്ലേ എന്ന് ചോദിക്കുമ്പം അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ കരുതി ബബിത കോളേജിൽ പോയി എന്ന്, ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് പോയില്ല എന്ന് എനിക്ക് മനസ്സിലായത് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് പോകാത്തത് എന്ന് പറയും. അന്നേരം അയ്യോ എന്ത് പറ്റി, എൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പം ഒന്ന് ശല്യം ചെയ്യാതെ ഒന്ന് പോയി തന്നാൽ മതി എന്ന് പറയുവാണ് ബബിത. അന്നേരം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക്. പക്ഷേ ഇതിങ്ങളോടൊന്നും കയറി അങ്ങ് ദേഷ്യപ്പെടാൻ പറ്റത്തില്ലല്ലോ, വേലക്കാരി എന്ന ഒരു സ്ഥാനത്തല്ലേ നിർത്തിയേക്കുന്നത്. എന്തായാലും അലീന അവിടെ നിന്ന് പോരുന്നു. അവൾ വീണ്ടും ഫോണെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പിറുപിറുക്കുക, സ്പൈ വർക്കുമായിട്ട് വന്നേക്കുക എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുന്നുണ്ട്. അന്നേക്കും ആ മുടിയനായ നമ്മുടെ കാമുകൻ എത്തുവാണ്. അവൻ്റെ തലമുടിയൊക്കെ കണ്ടുകൊണ്ടിൽ 1 കിലോ ഉണ്ട് തലയിൽ. ഏതായാലും കണ്ണാടിയെ നോക്കി സൗന്ദര്യമൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം അകത്തോട്ട് കയറി വരുന്നു. അന്നേക്കും ഒരുപാട് സന്തോഷത്തോടെ സ്വീകരിക്കുവാണ്. ബബിത വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. എന്നിട്ട് ഹാളിൽ വന്നിരുന്ന് രണ്ടുപേരോട് സംസാരിക്കുവാണ്. അന്നേരം സംസാരിക്കാൻ അടുത്തിരിക്കുമ്പോഴേ ബബിത ഭയങ്കരമായിട്ട് അടുത്തിരിക്കുന്നു. അവൻ്റെ കാലിലേക്ക് കാലൊക്കെ കയറ്റി വെച്ചിരുന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുക. അന്നേരം ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പം സെർവൻ്റ് ഉണ്ട് എന്ന് പറയും. വേറെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയേ ഉള്ളൂ, നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറയുവാണ്. എന്നിട്ട് രണ്ടുപേരോട് ഇങ്ങനെ കൂടുതൽ അടുത്തിരുന്ന് ഓരോന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ്
പറഞ്ഞുകൊണ്ടാണ് അലീന അങ്ങോട്ട് വരുന്നത്. അലീനയ്ക്കത് കാണുന്നത് ദേഷ്യം വരും. അലീന അങ്ങോട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് അവൻ്റെ കാലിൻ്റെ മണ്ടയിലേക്ക് കാലിയിട്ട് വെച്ചേക്കുമായിരുന്നു. അതൊക്കെ മാറ്റി അവൾ മര്യാദയ്ക്ക് ഇരിക്കും കേട്ടോ. അന്നേരം അലീന ഇതാരാ ബബിതയെന്നാണ്. അന്നേരം ഇതെൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുമ്പം ഈ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാണോ നീ ഇന്ന് കോളേജിൽ പോകാതിരുന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം അതെന്തായാലും നിനക്കെന്താ, നീ എന്തിനാ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു നിൻ്റെ ചേട്ടനും ഇന്നാൾ ചെയ്തത് എന്ന്. അന്നേരം ആയിക്കോട്ടെ, അതിനിപ്പോൾ നിനക്കെന്താ വേണ്ടത്, നീ എന്തിനാ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നത്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അങ്ങ് വിളിച്ച് പറ അച്ഛനെ അമ്മയെ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുവാണ്. അന്നേരം ദേഷ്യപ്പെട്ട അലീന അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. അന്നേരം ഇവൻ അമൽ ചോദിക്കുന്നുണ്ട് ബബിതയോട്, നീ എന്തിനാ വെറുതെ ദേഷ്യപ്പെടാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്താൽ പോരെയെന്ന് ചോദിക്കുമ്പോൾ, അല്ല അവൾ എന്നെ പേടിപ്പിക്കാൻ അവൾ ആരാ, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ബബിത. ഭയങ്കര കലിപ്പിലാട്ടോ അവൾ. എന്തായാലും അലീന നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുന്നു. അലീനയുടെ വിഷമവും തിരിഞ്ഞുള്ള നോട്ടമൊക്കെ കാണുമ്പോൾ മുത്തശ്ശിക്ക് എന്തോ പന്തികേട് ഫീൽ ചെയ്യും. അതുകൊണ്ട് മുത്തശ്ശി ചോദിക്കുക, എന്താ മോളെ, എന്താടി കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, എന്താ നീ പറ എന്ന് പറയും. അന്നേരം പറയുവാണ് ബബിത ഒരു ചെറുക്കനെ കൊണ്ട് വന്നിട്ടുണ്ട് എന്ന്. അന്നേരം ചെറുക്കനെ കൊണ്ട് വന്നേക്കുന്നോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അതെ അവളുടെ കൂട്ടുകാരനാണെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, അതെന്തിനാ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയത്, നീ അവളോട് ഞാൻ വിളിക്കുന്നുണ്ട് എന്ന് പറയാമെന്ന് പറയും. അന്നേരം ഞാൻ എങ്ങും പറയില്ല, ഞാൻ പറഞ്ഞ അവൾ കേൾക്കുകയില്ല എന്ന് അലീന പറയുമ്പം, ഞാൻ വിളിക്കുന്നുണ്ടെന്ന് നീ അവിടെ പോയി പറ എന്ന് പറയും. അന്നേരം മടിച്ച് നിൽക്കുമ്പോൾ ചെല്ലു കൊച്ചേ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുവാണ്. അങ്ങനെ അലീന അവിടെ ചെന്നിട്ട് ബബിതയെ മുത്തശ്ശി വിളിക്കുന്നു എന്ന് പറയുമ്പം ബബിത ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ്, നീ ഇതെല്ലാം പോയി അവിടെ പറഞ്ഞു കൊടുത്തോന്നാ. പറഞ്ഞു കൊടുത്തു എന്ന് തന്നെ അലീന പറയും. അന്തിക്ക് അവിടുന്ന് ദേഷ്യപ്പെട്ട് മുത്തശ്ശിയുടെ റൂമിൻ്റെ അങ്ങോട്ട് വരുന്നു. അതിനിടയ്ക്ക് 2-3 പ്രാവശ്യം അലീനെ നോക്കി പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അലീന അവനെ അമലിനെ നോക്കുമ്പം അവനും ഒരു ചെറിയ പരിങ്ങലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ മറ്റേ സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണല്ലോ ബബിത, അതുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരിക്കുന്നു. അന്നേരം ബബിത മുത്തശ്ശിയുടെ റൂം തുറന്നിട്ട്, എന്താ മുത്തശ്ശി എന്ന് ചോദിക്കും. അന്നേരം നിൻ്റെ കൂടെ ആരാടി ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുമ്പം, അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. അന്നേരം അവൾ കൂളായിട്ട് പറയുവാണ്, എന്നെ പെണ്ണ് കാണാനാണ് വന്നതെന്ന്. അന്നേരം അതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ഇത്രയും ചെറുപ്പത്തിൽ വേണമെന്ന് ചോദിക്കുമ്പം ആ റൂമിലേക്ക് കയറും. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് കഴിക്കാനും കുടിക്കാനും ഉള്ളതൊക്കെ കിട്ടുന്നില്ലേ, അതൊക്കെ കഴിച്ചിട്ട് ഇവിടെ മര്യാദയ്ക്ക് കിടന്നാൽ പോരെ, എൻ്റെ കാര്യം എന്തിനാണ് നോക്കുന്നത് എന്ന് ചോദിക്കുമ്പം, ഞാൻ പറഞ്ഞതാണോ കുഴപ്പം, നിനക്കൊക്കെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങളല്ലേ തിരുത്തി തരേണ്ടത് എന്ന് ചോദിക്കുമ്പം, എന്നെ തിരുത്താനായിട്ട് നിൽക്കണ്ട, മുത്തശ്ശിയുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയും. എന്നിട്ട് അലീനയുടെ മുഖത്ത് നോക്കി, നിൻ്റെ സൂക്കേട് തീർന്നോടി എന്ന് ചോദിച്ചിട്ട് അങ്ങ് ഇറങ്ങി പോവാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അലീനയോട്, അവൾ പറഞ്ഞത് കേട്ടോ, എന്തെങ്കിലും ഒരു റെസ്പെക്റ്റ് ഉണ്ടോ എന്നോട്, അതെങ്ങനെയാണ് അമ്മയെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നേ എന്ന് മുത്തശ്ശി പറയുകയും ചെയ്യും. ഏതായാലും മുത്തശ്ശിയോട് അലീന പറഞ്ഞു കൊടുത്തതിൻ്റെ വാശിക്ക് അവൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി വരുന്നു. എന്നിട്ട് അമലിനോട് പറയുവാണ്, നീ എഴുന്നേറ്റ് വാടാ, ഞാൻ നിൻ്റെ റൂമൊക്കെ കാണിച്ചു തരാമെന്നാണ്. അവർ എഴുന്നേറ്റ് അങ്ങോട്ട് പോയിട്ട് അവൻ ചോദിക്കും, എവിടെയാണ് റൂം എവിടെയെന്ന് പറയുമ്പോൾ, അത് അപ്സ്റ്റെയറിലാണ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോകാൻ തുടങ്ങുകയാണ്. അത്ര നേരം സഹിച്ച് പിടിച്ച് നിൽക്കുമായിരുന്നു അലീന. അന്നേരം അലീന അടുത്ത് നിന്നിട്ട് ബബിതേ എന്ന് പറഞ്ഞ് വിളിക്കും. അന്നേരം എന്താടി എന്ന് ചോദിക്കുമ്പം, നീ എന്തിനാ അപ്പോൾ അവനെ കൊണ്ട് ആ റൂമിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കും. അന്നേരം അത് നീ എന്തിനാ അന്വേഷിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അന്നേരം അലീന ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, സ്വന്തം അച്ഛനാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ICUയിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട്, ആ മനുഷ്യനെ ഒന്ന് കാണാൻ പോകാൻ അവൾക്ക് സമയമില്ല, ഇതിനൊക്കെ നിനക്ക് സമയമുണ്ടല്ലോ അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ, ആ സമയമുണ്ട്, നീ നിൻ്റെ കാര്യം നോക്കുക എന്ന് പറയുമ്പം, പറ്റത്തില്ല, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇതൊന്നും ഞാൻ സമ്മതിച്ച് തരത്തില്ല എന്ന് പറയുമ്പോൾ, നീ എന്നെ തടയുമോ എന്ന് ചോദിക്കും. അന്നേരം തടയും എന്നിങ്ങനെ പറയുവാണ്, ഇതൊന്നും ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നടക്കില്ല, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാനിതൊന്നും അറിയുന്നില്ലല്ലോ എന്ന് അലീന പറയുമ്പോഴേക്കും, അങ്ങനെയാണോ, എന്നാൽ ഞാൻ കാണിച്ചു തരാം എന്നുള്ളൊരു ഭാവത്തിൽ നേരെ ഇറങ്ങി വരുന്നു. വാടാ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് അവൾ നേരെ ബൈക്കിൽ കയറി പോകാൻ വേണ്ടി ഇറങ്ങി പോരുവാ കേട്ടോ. എന്തെങ്കിലും അലീന പുറകെ ചെല്ലുന്നുണ്ട്, ബബിത പോകല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. മൈൻഡ് ചെയ്യുന്നില്ല. രണ്ടുപേരുടെ വാശിക്കെന്നോണം അവൾ അവൻ്റെ ബൈക്കിൽ കയറിയിരുന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഏതായാലും വേറെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആ സാധനം അമ്മയുടെ ബാക്കിയാണ്. അതുകൊണ്ട് നേരെ അകത്തോട്ട് കയറി വരുന്ന അലീനയ്ക്ക് ആകെ വിഷമമാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കും, എന്താ മോളെ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അവൾ അവൻ്റെ കൂടെ കയറി പോയി എന്ന് പറയും. അന്നേരം എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയത്തില്ല, അവൾ എന്നോടുള്ള വാശിയുടെ പുറത്ത് പോയതുപോലെയാണ് പോയത്, ഇനിയിപ്പോൾ അവരെ നമുക്ക് തടയാനൊന്നും പറ്റിയില്ല, അവർ പോകേണ്ടിടത്തൊക്കെ പോകും, ചെയ്യാനുള്ളതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിക്ക് ആകെ ടെൻഷൻ. അന്നേരം മുത്തശ്ശി പറയും, നീ ഈ കാര്യം ഒന്ന് വൈജയന്തി വിളിച്ച് പറ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ വിളിച്ച് പറയത്തൊന്നുമില്ല, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഡത്തിൻ്റെ വായിലിരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കണം, ഞാൻ വിളിച്ച് പറയുന്നത് അവൾ ആരുടെ കൂടെ വേണേലും പോയിക്കോട്ടെ, അത് നീ എന്തിനാ അന്വേഷിക്കുന്നത്, നിനക്ക് എന്താ അധികാരം എന്നായിരിക്കും ചോദിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയത്തില്ല എന്ന് അലീന പറയും. അന്നേരം മുത്തശ്ശി പറയും, എന്നാൽ നീ ഈ ഫോണിൽ അവളുടെ നമ്പർ ഒന്ന് ഡയൽ ചെയ്തുക, ഞാൻ പറഞ്ഞോളാം എന്ന് പറയുവാണ്. ഏതായാലും അലീന അതുപോലെ ഫോണിൽ വൈജയന്തിയുടെ നമ്പർ വിളിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫോൺ ബെല്ലടിച്ച് നിൽക്കുവാണ്, വൈജയന്തി എടുക്കുന്നില്ല. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അമ്മയെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്, ഇതൊക്കെ എവിടെ പോയി നിൽക്കുമെന്ന് ആർക്കറിയാം, ഞാൻ എന്തൊക്കെ കാണേണ്ടി വരും തമ്പുരാനെ എന്ന് പറഞ്ഞ് ആകെ വിഷമത്തോടെ സങ്കടം പറയുന്നുണ്ട് മുത്തശ്ശി.
ഏതായാലും ഇത്രയും സംഭവിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മാലതിയും ഗംഗാധരനോട് അങ്ങോട്ടേക്ക് വരും കേട്ടോ. അവർ ഇറങ്ങി വരുന്നു, കോളിംഗ് ബെൽ അടിച്ചിട്ട് അവിടെ നിൽക്കുവാണ്. അന്നേരം അലീന വന്ന് പയ്യെ ജനലിലേക്കോട്ട് നോക്കും ആരാ വന്നതെന്ന്. ഇവരെ പരിചയമില്ലല്ലോ. ഒന്ന് അന്തിച്ച് നിൽക്കുന്നതേക്കും അവർ രണ്ടാമതും കോളിംഗ് ബെൽ അടിക്കുവാണ്. അന്നേക്കും അലീന വാതിൽ തുറക്കും. അലീനയെ കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് അവർ. കാരണം ഇങ്ങനെ ഒരാൾ ഇവിടെയുള്ള കാര്യം അവർക്ക് അറിയില്ലല്ലോ. അലീനയും ഇതാരാണ് എന്നറിയാത്തൊരു ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. ഏതായാലും അതിനുശേഷം അവരകത്തേക്ക് കയറി വരുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രൊമോയെ കാണിക്കുന്ന അവർ രണ്ടും കൂടി അലീനയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ്. വീടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അനാഥാലയത്തിലാണ് എന്ന് പറയുമ്പം അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുവാണ്. എന്നിട്ട് അലീനയോട് ഗംഗാധരൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാവോ, ഞങ്ങൾ ചോദിക്കുമ്പോൾ സത്യസന്ധമായ മറുപടി ഞങ്ങൾക്ക് തരാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ വൈജയന്തിയും അവർ പോയി കാണുന്നുണ്ട്. അന്നേരം വൈജയന്തി സങ്കടത്തോടെ ഇവരോട് പറയുവാണ്, ബാലേന്ദ്രനെ എല്ലാവർക്കും കയറി കാണാം, വഴി പോകുന്നവർക്ക് വരെ കയറി കാണാം, പക്ഷേ എന്നെ മാത്രം കാണണ്ട എന്ന് പറഞ്ഞു. അതിനൊക്കെ ഇനിയിപ്പോൾ എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ടും കാണിച്ചത്.